പെരിയവരെ വരട്ടെ, ഞാനെടുക്കാം. ഹലോ, ആരാ? ബേബിയോ? മത്ത് ബേബിയോ? നീ ആയിരുന്നോ? തരകന്നെ നക്കാൻ പോയിട്ട് ഞങ്ങളെ ഫോൺ വിളിക്കാൻ നാണമില്ലടാ. പെരിയവര് നിന്നെ കൊന്നു കുഴിച്ചു മൂടും. അത്രയ്ക്കും കലിപ്പിലാ പെരിയവര്. തൽക്കാലം നീ ഫോൺ വെക്കുന്നതായിരിക്കും നല്ലത്. പെരിയോർക്ക് അവരോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്നല്ലേ പറഞ്ഞു? അയോഗ്യനായ, നീ വീണ്ടും എന്നോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നതിനർത്ഥം ഒന്നെങ്കിൽ ആ പരട്ട തരകന്റെ വക്രബുദ്ധി, അല്ലെങ്കിൽ എന്നെ മുതലാക്കാൻ നീ സ്വയം കളിക്കുന്ന ഒരു കളി. അതെനിക്ക് നല്ല തെരിയുണ്ടാ. നീ എണ്ണിക്കോ. 1, 2, 3 ദിവസം അവന് ഞങ്ങൾ സമയം കൊടുത്തിരിക്കുക. അതുക്കുള്ള ഫിനിഷ് പണിയിരിക്കും. நாங்க வந்தா உன் பிரச்சனை தீர்ந்துடுமா? இப்ப எங்க இருக்க நீ? சரி சரி, நான் அங்க வரேன். டேய், என்னடா இது? ஆக்சிடென்ட் மாதிரி இருக்கு. என்ன சதிச்சு பெரியவரே. யாரு? தரகனா? காலன் அவனுக்கு முன்னாடி வந்தாச்சு. அவனுக்குள்ள கொலைக்கயர் நான் ரெடி பண்ணியாச்சு. சொல்டா, என்ன ரகசியம் உனக்கு என்னோட പറയാനുള്ളത്? அது பெரியவரே. വാ, വണ്ടിയെ കയറ്. നമുക്ക് ഗസ്റ്റ് ഹൗസിൽ ഇരുന്ന് സംസാരിക്കാം. അയ്യോ പെரியവരേ, 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 പെரியവരേ. പ്രമുഖ അബ്കാരിയും CS ബാറുകളുടെ ഉടമയുമായ ചേറായി സുബ്രഹ്മണ്യം കൊല്ലപ്പെട്ടു. സംഭവ സ്ഥലത്ത് ചേറായി സുബ്രഹ്മണ്യത്തെ വിളിച്ചു വരുത്തി നിറയൊഴിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് നിഗമനം. ബോംബ് സ്ഫോടന പരമ്പരകൾക്ക് പിന്നാലെ പ്രമുഖന്റെ കൊലപാതകവും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കേസ് അന്വേഷണം കേരള പോലീസിൽ നിന്നും മാറ്റി നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിലെ സിദ്ധാർത്ഥിന് കൈമാറണമെന്ന അഭിപ്രായം ഉയരുകയാണ്. ശരി, അതിന് മറുപടി ഞാൻ പറഞ്ഞോളാം. താൻ ഫോൺ വെക്കേ. ഞാൻ 5 വർഷം തികച്ചതിന് ശേഷം ഈ പ്രശ്നങ്ങൾ ഉണ്ടായാൽ മതിയായിരുന്നു. മുഖ്യൻ അങ്ങനെ സംസാരിക്കരുത്. സാധാരണക്കാരുടെ ജീവനാ മുൾമുനയിൽ നിൽക്കുന്നത്. സ്ഫോടനങ്ങൾക്ക് പുറമെ ചേറായി സുബ്രഹ്മണ്യന്റെ കൊലപാതകം. 5 വർഷം, 5 ദിവസം പോലും ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ചേറായിയെ കൊന്നത് തരകൻ തന്നെയായിരിക്കും, അല്ലാതെ പിന്നെ വേറെ ആരാ? തരകനല്ല, അതെനിക്ക് ഉറപ്പാ. തരകനുമായിട്ടുള്ള കൂട്ടുകച്ചവടം ഇവിടെ എല്ലാവർക്കും അറിയാം. ചേറായിയുമായിട്ടുള്ള കൂട്ടുകച്ചവടവും രഹസ്യമൊന്നുമല്ല. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. നിങ്ങൾ തർക്കിക്കാതെ കാര്യത്തിലേക്ക് വാ. ഏതായാലും അന്വേഷണം സിദ്ധാർത്ഥനെ ഏൽപ്പിക്കാൻ പോവല്ലേ. അയാൾ വന്ന് അന്വേഷണം തുടങ്ങട്ടെ. അതെ, അങ്ങാരെത്തിയാലേ വല്ലതൊക്കെ നടക്കൂ. ശരി, ഞാൻ സിദ്ധാർത്ഥനെ ഒന്ന് വിളിക്കട്ടെ. ഹലോ സിദ്ധാർത്ഥ്. ഗിരീഷ് സർ, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് SP-യുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യണം. സർ. ബോംബ് ബ്ലാസ്റ്റിന് പിന്നിൽ ആരായിരിക്കുമെന്നാ നിങ്ങളുടെ അഭിപ്രായം? സർ, പോലീസ് ഫോഴ്സിനെ മുഴുവൻ നാണം കെടുത്തിക്കൊണ്ട് ഇങ്ങനെയൊരു ബ്ലാസ്റ്റ് നടത്താൻ തീവ്രവാദികൾക്കേ പറ്റൂ. അതെന്താ, വേറെ ആരും ബോംബ് വെച്ച പൊട്ടത്തില്ലേ? എന്താണ് ഹേമമാലിനിയുടെ അഭിപ്രായം? സർ, ഹേമമാലിനിയല്ല, ഹേമലത. അതെനിക്കറിയാം. പക്ഷേ അവരെ കാണാൻ പഴയ നടി ഹേമമാലിനെ പോലെ തന്നെയുണ്ട്. താങ്ക് യു സർ. സർ, ഇതിനു പിന്നിൽ തീവ്രവാദികളാകാൻ സാധ്യതയില്ല. മറ്റേതെങ്കിലും മാഫിയ ആണെന്നാണ് എന്റെ തോന്നൽ. യെസ്, ടെററിസ്റ്റുകൾ ഒരിക്കലും ബാറുകൾ മാത്രം നോക്കി ബ്ലാസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല. സർ, അവരുടെ ശൈലികൾ വ്യത്യസ്തമാണ്. അതെനിക്ക് നന്നായിട്ടറിയാം. വാ പോവാം. സർ, ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോയാ പോരെ? ബോംബ് ബ്ലാസ്റ്റ് ചെയ്ത സ്ഥലത്തേക്കാണ് പോകാന്ന് പറഞ്ഞത്.
മനസ്സിലായോ? യെസ് സർ. പണിക്കർ. സാർ വെനസ്ഡേമുള്ള കണക്കുകളെല്ലാം ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തെങ്കാശി എന്നുള്ള ലോഡിൻ്റെ കണക്ക് അതുകൂടി ഇപ്പോൾ തന്നെ ആഡ് ചെയ്ത് തരാം സാർ. തിരുച്ചി എന്നുള്ള 5 lakhs-ൻ്റെ കണക്ക് അതിപ്പോൾ തന്നെ കേട്ടാ സാർ. മുതലാളി, സുബ്രഹ്മണ്യത്തിൻ്റെ മകൻ ശിവ. தரகா, உனக்கு சங்கூத போறேன் நான் இங்கே இல்ல அங்க. அப்பாவே போட்ட இடத்துல. ശിവ സുബ്രഹ്മണ്യം കൊള്ളാം. നീ ചേറായി സുബ്രഹ്മണ്യത്തിന്റെ മകൻ തന്നെ. പക്ഷേ എനിക്കെതിരെ വിരൽ ചൂണ്ടുമ്പോൾ ഇടവും വലവും നോക്കണം. നീ എടുക്കുന്ന ആയുധം ചിലപ്പോൾ നിനക്കെതിരെ തന്നെ തിരിയും. അതെനിക്ക് നല്ലാവ തിരിയുമടാ. ബേബി താനേ അന്ത ആയുധം. ഇവൻ പാത്തിരിക്ക. ബേബിയും അവൻ ആള് ചേർന്ന് അപ്പാവെ കൊല ചെയ്തത് ഇവൻ കണ്ണാലെ പാത്തിരിക്ക. ശിവ, എനിക്കൊന്നും അറിയില്ല. സുബ്രഹ്മണ്യത്തെ കൊല്ലാൻ ഞാൻ ബേബി ഏർപ്പാടാക്കിയിട്ടില്ല. சும்மா சொல்றேன்னா இவன் தான். இவன் பேபிக்கு காசு கொடுத்துருக்கு. இந்த நாடகம் ஏன் முன்னாடி வேணுமா? முதல்ல அவனை தூக்குறேன், அதுக்கப்புறம் நீ. டேய் ஏறா வண்டி. സാർ, ആ സുബ്രഹ്മണ്യത്തിന്റെ മകൻ പുറത്തു നിൽപ്പുണ്ട്. വരാൻ പറയും. ശരി സാർ. வணக்கம் சார். ശിവ, ഇരിക്കെ. വേണ്ട സാർ, ഞാൻ ரொம்ப ബിസി. ഞാൻ നിങ്ങളെ കണ്ടൊരു കാര്യം പറയാനാണ് വന്നത്. അത് മറ്റൊന്നുമല്ല, അപ്പാവെ കൊന്നവൻ ഇവിടെ തന്നെയുണ്ട്. അതാരാന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, ഈ നാട്ടുകാർക്കും അറിയാം. പിന്നെ എന്തുകൊണ്ടാ സാർ നിങ്ങൾ ആക്ഷൻ എടുക്കാത്തത്? ശിവ പറയുന്ന കാര്യങ്ങളെനിക്ക് മനസ്സിലാവും, പക്ഷേ തെളിവ് വേണ്ടേ? ഓ, തെളിവ്? എന്റെ അപ്പാവാണ് இந்த മന്ത്രിസഭ ഉണ്ടാക്കിയത്. ഓ, നിങ്ങളിപ്പോ കാഞ്ചിയാർ തരകന്റെ എച്ചിൽ തീറ്റക്കാരാണല്ലോ. 2 ദിവസത്തിനുള്ളിൽ കാഞ്ചിയാർ തരകന്റെ മരണവാർത്ത ഈ പത്രത്തിൽ കൂടി നിങ്ങൾ വായിക്കും. പറയുന്നത് ചെറായി സുബ്രഹ്മണ്യന്റെ മകൻ ശിവ സുബ്രഹ്മണ്യനാ. പൂരിച്ചതാ. അമ്മ, ഞാൻ പോയിട്ട് വരാവേ. സുധി, ഒരു നിമിഷം. ഞാൻ ബാംഗ്ലൂർക്ക് തിരിച്ചു പോവാണ്. സുധി പറഞ്ഞ പോലെ ഞാൻ ഇനി ശല്യപ്പെടുത്താനോ സുധിയെ കാണാനോ വരില്ല. പക്ഷെ മറക്കണമെന്ന് പറഞ്ഞില്ലേ, അതുമാത്രം എന്നെ കൊണ്ട് പറ്റില്ല. ശ്യാമിനെ എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, വയ്യാതെ കിടക്കുന്ന അമ്മയെ വിട്ട് എനിക്ക്, അതുകൊണ്ടാണ് ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചത്. അതിന് വീടും അമ്മയെ ഉപേക്ഷിച്ചു വരാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. നമുക്കെല്ലാവർക്കും സ്നേഹത്തോടെ ഒന്നിച്ചു കഴിയാം. സുധിയുടെ അമ്മ എനിക്കും അമ്മയെ പോലെ തന്നെയല്ലേ. ഇനിയും എന്നെ വിഷമിപ്പിക്കല്ലേ സുധി, പ്ലീസ്. നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. വാ, കയറ്.